അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ. ഞാൻ ഒരു കാര്യം പറയട്ടെ എല്ലാവരോടും. ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഈ കൂട്ടത്തിൽ? ഹജ്ജിനൊരവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ അല്ലോ എന്തൊരു സന്തോഷമായിരിക്കും അല്ലേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. അള്ളാഹു അതിന് തൗഫീക്ക് ചെയ്യട്ടെ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഹജ്ജ്? ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫെ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് പോയിട്ട് അറഫെ പോയി നിൽക്കുക, മുസ്ദലിഫയിൽ നിന്ന് കല്ല് പൊറുക്കുക, മിനയിലേക്ക് പോവുക, അവിടെ നിന്ന് ജംറത്തുൽ എറിയുക, മുടിയെടുക്കുക. അതുള്ളപ്പോൾ ഹജ്ജ്. തവാഫ് ചെയ്യുക, സഴി ചെയ്യുക, ഹജ്ജ് കഴിഞ്ഞു. രണ്ടാമത്തെ ദിവസം പിന്നെ ജംറത്തുൽ അക്കബയും ജംറത്തുൽ ഉസ്തിയും ജംറത്തുൽ ഊലൊക്കെ എറിയുക. ഇതിനാണല്ലോ പോണത്, ലക്ഷങ്ങൾ മുടക്കിയിട്ട്. പക്ഷെ അങ്ങനെ ലക്ഷങ്ങൾ മുടക്കി പോയിട്ട് എന്തിനാണ് അങ്ങനെ പോണത്? മബ്റൂറായ മഖബൂലായ ഹജ്ജ് ചെയ്തവന് ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ തിരിച്ചു വരുന്ന ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്തുഹു ഉമ്മുഹു. ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ അവന് തിരിച്ചു വരും. അങ്ങനല്ലേ? അപ്പം ഇമ്മ പെറ്റ കുട്ടിയെപ്പോലെ തിരിച്ചു വരുന്നത് ആരാണ്? പണക്കാർ, പൈസ ഉള്ളവന്, ഹജ്ജ് നിർബന്ധമുള്ളവൻ. സാധുക്കൾക്ക് ഇമ്മ പെറ്റ കുട്ടിയെപ്പോലെ തിരിച്ചു വരണ്ടേ? അപ്പോൾ പണക്കാർക്കൊരു പ്രത്യേക സ്ഥാനം, സാധുക്കൾക്കൊരു പ്രത്യേക, അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ പാടില്ലല്ലോ. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. എല്ലാ വെള്ളിയാഴ്ചയും മുക്രി വാളെടുത്തിട്ട് പറയുന്നുണ്ട്, അൽ ജുമഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാക്കീൻ. ഹജ്ജ് എന്നത്, ജുമഅ എന്നത് സാധുക്കളുടെയും മിസ്കീന്മാരായ പാവങ്ങളുടെ ഹജ്ജാണ്. പറഞ്ഞത് റസൂലുള്ളാഹിയായതുകൊണ്ട് പിന്നെ അവിടെ സംശയം വരാൻ പാടുണ്ടോ? അത് ഹജ്ജിൻ്റെ കൂലി കിട്ടുമെന്നോ? അങ്ങനെ ഉണ്ടാവുമോ എന്ന് സംശയിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ടാണത്. റസൂലുള്ള ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ അവിടെ വേറെ സംശയം വരാൻ പാടില്ലല്ലോ. അത് അപ്പടി ശരിയല്ലേ, അച്ചട്ടാണത്. അവിടെ പിന്നെ സുപ്രീം അതോറിറ്റി ഒന്നുമില്ല, സയൻറ്റിഫിക്കൽ മാനങ്ങളുമില്ല. അപ്പോൾ റസൂലുള്ള പറഞ്ഞു സാധുക്കളുടെ ഹജ്ജാണ്. പിന്നെ അപ്പോൾ പണക്കാർക്കോ? ഈദുൽ മുഅ്മിനീൻ, എല്ലാവർക്കും പെരുന്നാളാണ്. മുഅ്മിനീങ്ങൾക്ക് ഹജ്ജ് ചെയ്യാൻ കഴിവുള്ളവർക്കും എല്ലാവർക്കും അന്ന് പെരുന്നാളാണ്. സാധുക്കൾക്ക് ഹജ്ജുമാണ്. അപ്പോൾ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, ബുദ്ധിയുള്ളവനക്ക് ഇതിന് മനസ്സിലാവൂലേ? ബുദ്ധിയുള്ളവന് തിരിയും അത്, അല്ലാത്തവനെന്താ ഒന്നുമില്ല. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ നേരത്തെ തന്നെ, അല്ല വെള്ളിയാഴ്ച രാത്രിയൊക്കെ ആയി സ്വലാത്തുകൾ പെരുപ്പിക്കുക, അൽ-കഹ്ഫ് സൂറത്ത് ഓതുക, ജുമഅക്ക് നേരത്തെ പോയി പങ്കെടുക്കുക, ഖുത്ബ നല്ലോണം ശ്രദ്ധിക്കുക, എന്നിട്ട് ആ നിസ്കാരത്തിൽ പങ്കെടുക്കുക, ദുആ ചെയ്യുക. ആത്മാർത്ഥമായിട്ട് അതൊക്കെ ഒന്ന് നിർവഹിച്ചു വന്നാൽ അത് സാധുക്കളുടെ ഹജ്ജാണ്. മിസ്കീന്മാരായ പാവങ്ങളുടെ ഹജ്ജാണെന്ന് പറഞ്ഞത് സാദിഖുൽ മസ്ദൂഖ്, സത്യവാനിൽ ഏറ്റവും വലിയ സത്യവാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ അവിടെ സംശയമില്ലല്ലോ, എക്കിശക്ക് വരാൻ പാടില്ലല്ലോ. ആ ഒരൊറ്റ കാര്യം മതി ജുമയുടെ ഫളായിൽ, ജുമയിൻ്റെ പവർ മനസ്സിലാക്കാൻ. റസൂലുള്ള പറഞ്ഞല്ലോ ഹജ്ജാണെന്ന്. അപ്പോൾ സാധുക്കൾക്ക് എന്നും ഹജ്ജ് ചെയ്യുക. അപ്പോൾ ഹജ്ജ് ചെയ്താലുള്ള കൂലി എന്ത് ഗുണം എന്താ? ഖറജ മിൻ ദുനൂബിഹി കയൗമി വലദത്തുഹു ഉമ്മുഹു. ഉമ്മ പെറ്റ കുട്ടിയെപ്പോലെ തിരിച്ചു വരാൻ പറ്റും. ഇപ്പോൾ സാധുക്കളുടെ ഹജ്ജാണ് വെള്ളിയാഴ്ച ദിവസം. ഹജ്ജിന് നിർബന്ധമില്ലാത്ത പാവങ്ങളായ ആളുകൾക്കുള്ള ഹജ്ജാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളിയാഴ്ചയെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. അന്ന് കുറച്ച് ജോലി ഒഴിവുണ്ട്, എന്നാൽ കിടന്നങ്ങ് ഉറങ്ങുക. എന്നിട്ട് ആ നിസ്കാരത്തിൻ്റെ ആ മൂർധന്യ ദശയിൽ പോയിട്ട് അതിന് പങ്കെടുക്കുക, 2 റക്അത്ത് കുത്തിമറിയുക, തിരിച്ചു പോരുക. നമ്മളൊക്കെ ചെയ്യണതാണ്. എന്നിട്ട് അന്ന് ബിരിയാണിയും വയ്ക്കുക. അന്ന് ഹോട്ടലിലൊക്കെ ബിരിയാണിയേ കിട്ടുള്ളൂ പ്രവാസികൾക്കൊക്കെ. അപ്പോൾ അതും കഴിക്കുക, തിരിച്ചു വരിക, കിടന്നുറങ്ങുക. ജോലി ഇല്ലാത്തവർ
വെള്ളിയാഴ്ചയും ജോലിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പറയണമെന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യം ബുദ്ധിയുള്ളവനക്ക് കുറച്ച് മതി മനസ്സിലാക്കാൻ. അല്ലാത്തവന് എന്ത് പറഞ്ഞാലും കണക്ക് തന്നെയാണ്. അപ്പം അതുകൊണ്ട് വെള്ളിയാഴ്ചയുടെ പവിത്രത വലുതാണ്, നിസ്സാരമല്ല. നമുക്കുള്ളൊരു ഹജ്ജാണത്. നമുക്ക് എല്ലാ വെള്ളിയാഴ്ച ഹജ്ജ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞത് റസൂലുള്ളാഹി അല്ലേ, സംശയമില്ലല്ലോ. അതുകൊണ്ട് അത് ഉൾക്കൊള്ളുക. അസ്സലാമു അലൈക്കും.